are going to discuss about index numbers. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻഡെക്സ് നമ്പേഴ്സ് ആൻഡ് ടൈം സീരീസ് അനാലിസിസിലെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്ന ഒരു ഭാഗം അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇൻഡെക്സ് നമ്പറിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള മൊഡ്യൂളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് കൊടുത്തിട്ടുള്ള മീനിങ്, അതേപോലെ യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സൊക്കെയാണ്. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ എന്താ വാട്ട് ഈസ് ഇൻഡെക്സ് നമ്പർ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക, അതാണ് ഫസ്റ്റ് പറയുന്നത് കേട്ടോ. മീനിങ് ഓഫ് ഇൻഡെക്സ് നമ്പർ. എന്താണ് ഇൻഡെക്സ് നമ്പർ? An index number is a statistical device for measuring changes in the magnitude of a group of related variables during a specific period in comparison to their level on some previous period. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാമിനൊക്കെ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ എന്നുള്ള ഒരു മീനിങ് എന്നുള്ള നിലയ്ക്ക് ഇത് നിങ്ങൾക്ക് വായിച്ച് നോക്കുക. ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ്. എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ഉപയോഗിക്കുന്നത്? ഫോർ മെഷറിങ്, അളക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ മെഷറിങ് ചേഞ്ചസ് ഇൻ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസ്. അപ്പോൾ റിലേറ്റഡ് വേരിയബിൾസിൽ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസിൻ്റെ അളവിൽ എന്ത് മാറ്റം വന്നു എന്നുള്ള ആ മാറ്റത്തിനെ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്യൂറിങ് ഏത് സമയത്താണ്? ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ് ഇൻ കമ്പാരിസൺ ടു ദെയർ ലെവൽ ഓൺ സം പ്രീവിയസ് പീരീഡ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക പീരീഡും അതേപോലെ അതിൻ്റെ പ്രീവിയസ് പീരീഡും കഴിഞ്ഞ കാലത്ത് എന്ത് സംഭവിച്ചു അതിൻ്റെ ലെവൽ തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് ഇൻഡെക്സ് നമ്പറിൽ നമ്മൾ മെഷർമെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിളിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രസൻറ്റിൽ എന്താണ്, അതിൻ്റെ ലെവൽ എന്താണ്, അത് ഏതുമായിട്ട് കമ്പയർ ചെയ്യും? പ്രീവിയസ് പീരീഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ മാറ്റം നോക്കും. ആ മാറ്റത്തിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. Index numbers therefore measure relative changes in two or more related variables over time. അപ്പോൾ രണ്ടോ അതിലധികമോ ബന്ധപ്പെട്ട് കിടക്കുന്ന വേരിയബിൾസിൽ എന്ത് മാറ്റം വന്നു, അതിൻ്റെ റിലേറ്റീവ് ചേഞ്ചസ്, പരസ്പരം മാറ്റം വന്നല്ലോ, ആ മാറ്റത്തിനെ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷർമെൻ്റാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് നമ്പറിൻ്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഇൻഡെക്സ് നമ്പർ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. So they are meant to study the changes in those factors which are not directly measurable. അപ്പോൾ നേരിട്ട് പോയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയാത്ത ഫാക്ടേഴ്സിനെ ഒക്കെ പഠിക്കാൻ പറ്റുന്ന, അതിൻ്റെ മാറ്റത്തെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്, for example, changes in business activities in a country are not capable of direct measurement. അപ്പോൾ ഒരു കൺട്രിയിൽ അല്ലെങ്കിൽ ഒരു എക്കണോമിയിൽ ബിസിനസ് ആക്ടിവിറ്റീസിൽ എന്ത് മാറ്റം വന്നു എന്നുള്ളത് നമുക്ക് നേരിട്ട് പോയിട്ട് പറയാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ കഴിയില്ല. അത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് പീരീഡിൽ എന്താണ് ബിസിനസ് ആക്ടിവിറ്റീസ് എന്നുള്ളതും കൂടെ അറിയണം. അപ്പോൾ പ്രീവിയസ് പീരീഡിലും പ്രസൻറ്റ് പീരീഡും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ചേഞ്ചസ് പറയുന്നത്, അത് മെഷർ ചെയ്യുന്നത്. അങ്ങനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് എന്ത്, ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ വാട്ട് ഈസ് ഇൻഡെക്സ് നമ്പർ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സിമിലർലി ചേഞ്ചസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ ആർ നോട്ട് ക്യാപ്പബിൾ ഓഫ് ഡയറക്റ്റ് മെഷർമെൻറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരു എക്സാമ്പിളാണ്, പ്രൈസ് ലെവലിൽ വരുന്ന മാറ്റം ഡയറക്റ്റ് മെഷർമെൻറ്റ് ചെയ്യാൻ കഴിയില്ല, നേരിട്ട് മെഷർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കമ്പയർ ചെയ്തിട്ടാണ് പ്രൈസ് ലെവലിൽ വരുന്ന മാറ്റം നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത് 2003 അതേപോലെ 1999 പ്രൈസ് ലെവൽ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ജനറൽ പ്രൈസ് ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസ് എടുക്കണം. അതായത് റൈസ്, ക്ലോത്ത്, ഓയിൽ, വെജിറ്റബിൾസ്, മിൽക്ക്, ഹൗസ് റെൻറ്റ് എന്നൊക്കെ പറയുന്ന കുറേ വേരിയബിൾസ് എടുക്കണം, ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസ് എടുക്കണം. അതിൻ്റെയൊക്കെ പ്രൈസ് ലെവലിൽ ചിലപ്പോൾ ഡിഫറെൻറ്റ് രീതി, അതായത് പല വ്യത്യാസങ്ങളായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, മാറ്റം വരുന്നത്. ഡിഫറെൻറ്റ് റേഷ്യോസിലായിരിക്കാം, അതേപോലെ ഡിഫറെൻറ്റ് ഡയറക്ഷൻസിലായിരിക്കാം. ചില സാധനങ്ങളുടെ വേരിയബിൾസിൻ്റെ വില കൂടും, ചിലതിനകത്ത് കുറയുകയും ചെയ്യും. ഈ ഒരു പീരീഡിൽ എന്ന് പറയുന്നത് ചില സാധനങ്ങളുടെ വില കൂടുകയും ചെയ്യും, ചില സാധനങ്ങൾക്ക് കുറയായിരിക്കും ചെയ്യുന്നത്. സോ ദ പ്രൈസസ് ഓഫ് certain commodities may show rising tendency while the price of other commodities may fall. Even such increase or decrease may vary differently for different commodities. അപ്പോൾ പലതരത്തിലുള്ള കമ്മോഡിറ്റീസിനും ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും. Further, prices of all these commodities are not measured in same unit. അതേപോലെ തന്നെ എല്ലാ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസും ഒരേ യൂണിറ്റിൽ മെഷർ ചെയ്യാനും കഴിയില്ല.
പക്ഷേ എങ്കിലും നമുക്ക് ഒരൊറ്റ ഫിഗർ വേണം, അതായത് പ്രൈസിൽ എന്ത് മാറ്റം വന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരൊറ്റ ഫിഗറും വേണം. അപ്പോൾ ജനറൽ പ്രൈസ് എന്നാലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അത്തരത്തിലുള്ളൊരു സിംഗിൾ ഫിഗർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് എന്ത് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദി സിംഗിൾ ഫിഗർ മെഷറിംഗ് ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് ഓൾ കമ്മോഡിറ്റീസ് ടുഗദർ ക്യാൻ ബി അറൈവ്ഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇൻഡെക്സ് നമ്പർ. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്രൈസ് ലെവൽ 2003 അതേപോലെ 1999 കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പറയുക. അതായത് ഡയറക്റ്റ് മെഷർ ചെയ്യാൻ കഴിയാത്ത വേരിയബിൾസ് ആണ് ഇവിടെ മെഷർ ചെയ്യുന്നതാണ് ഇത് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് ഏതാണ്, പ്രൈസ് ലെവൽ 2003-ൻ്റെതും 1999-ഉം കമ്പയർ ചെയ്തിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് മെഷർമെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഏതാണ്, ഇൻഡെക്സ് നമ്പറാണ്. ഓക്കെ, ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്യുക. ഇൻഡെക്സ് നമ്പർ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് എന്ന് തുടങ്ങുന്ന സെൻറ്റൻസ് കേട്ടോ, ഇതുവരെ പീരീഡ് വരെ. ഇൻഡെക്സ് നമ്പേഴ്സ് ദെർഫോർ മെഷർ റിലേറ്റീവ് ചേഞ്ചസ് ഇൻ 2 or more later വേരിയബിൾസ് ഓവർ ടൈം. പിന്നെ ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് എക്സാമ്പിൾ നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ എഴുതിയാൽ എന്താണ് ഇൻഡെക്സ് നമ്പർ എന്നുള്ളതിൻ്റെ ആൻസർ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ഡെഫിനിഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ സംഭവം തന്നെ ഒന്നും കൂടെ ഓരോ എക്കണോമിസ്റ്റുകളും എങ്ങനെയാണ് ഇൻഡെക്സ് നമ്പർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നോ രണ്ടോ ഡെഫിനിഷനും നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അക്കോർഡിംഗ് ടു ക്രോക്സ്റ്റോൺ ആൻഡ് കൗഡൻ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ ഡിവൈസസ് ഫോർ മെഷറിംഗ് ഡിഫറൻസസ് ഇൻ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസ്. അപ്പോൾ ക്രോക്സ്റ്റോണിൻ്റെ അതേപോലെ കൗഡൻ്റെ അഭിപ്രായത്തിൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിവൈസസ് ആണ്. എന്തിനുള്ള ഡിവൈസാണ്, ഫോർ മെഷറിംഗ് ഡിഫറൻസസ് അല്ലേ, ഡിഫറൻസ് എന്താണ് വ്യത്യാസം എന്നുള്ളത് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഇൻഡെക്സ് നമ്പർ. എന്തിനുള്ള വ്യത്യാസമാണ്, ഇൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസ്. അപ്പോൾ ബന്ധപ്പെട്ട് കിടക്കുന്ന വേരിയബിൾസിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസ് ഉണ്ടാവുമല്ലോ, അതിൽ വരുന്ന മാറ്റം, അതിൻ്റെ അളവിൽ വരുന്ന മാറ്റം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഇൻഡെക്സ് നമ്പർ എന്നുള്ളതാണ് ക്രോക്സ്റ്റോണും അതേപോലെ കൗഡനും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇൻഡെക്സ് നമ്പേഴ്സ് ആർ ഡിവൈസസ് ഫോർ മെഷറിംഗ് ഡിഫറൻസസ് ഇൻ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസ്. ആരുടെ അഭിപ്രായത്തിലാണ്, ക്രോക്സ്റ്റോൺ ആൻഡ് കൗഡൻ. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ ഒരുപാട് ഡെഫിനിഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡെഫിനിഷൻസിൻ്റെ ഒക്കെ ബേസിലാണ് ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് ഇൻഡെക്സ് നമ്പേഴ്സ് ആർ സ്പെഷ്യലൈസ്ഡ് ആവറേജസ് എന്നുള്ളതാണ്. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് ആവറേജ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു ആവറേജിൻ്റെ എല്ലാ ഫങ്ഷൻസും ഇൻഡെക്സ് നമ്പറിലും വരും. അപ്പോൾ ഒരു ആവറേജ് ബേസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ടോട്ടൽ എടുക്കുന്ന ഓരോ വേരിയബിൾസിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ്, അല്ലെങ്കിൽ ഓരോ ഐറ്റംസിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് നമുക്ക് ഒരുമിച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് എടുത്തിട്ട് ആ ഐറ്റംസിൻ്റെ മൊത്തം ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കും, അതിൻ്റെ ജനറലൈസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ്, അല്ലെ ആവറേജ് ജനറലൈസ് ചെയ്തിട്ട് പറയുകയാണ്. അപ്പോൾ എടുക്കുന്ന ഐറ്റംസിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് സെയിം ആയിട്ട്, അതായത് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ഇവിടെ ആവറേജിൽ. പക്ഷേ ഇൻഡെക്സ് നമ്പറിൻ്റെ കേസിൽ നമ്മൾ പല ഡിഫറെൻറ്റ് ഐറ്റംസ് എടുക്കും, അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ്സും ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് നമ്പർ നോക്കുന്നത് റിലേറ്റീവ് ചേഞ്ചസ് ആണ്, പരസ്പരം കണക്ട് ചെയ്തിട്ട് റിലേറ്റീവ് ചേഞ്ചസ് വരുന്നതാണ് ഇൻഡെക്സ് നമ്പറിൽ നോക്കുന്നത്, അല്ലാതെ ആബ്സല്യൂട്ട് ചേഞ്ച് അല്ല. അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് സ്പെഷ്യലൈസ്ഡ് ആവറേജസ് എന്നാണ് പറയുന്നത്. Then second one is index numbers are expressed in percentages. Relative changes are shown in percentages but the sign is never used. അപ്പോൾ വേരിയബിൾസിൻ്റെ ഇടയിലുള്ള മാറ്റം റിലേറ്റീവ് ചേഞ്ചസ് പെർസെൻറ്റേജ് രൂപത്തിലാണ് പറയുന്നത്, പക്ഷേ അതിനുള്ള പെർസെൻറ്റേജ് സൈൻ അവിടെ ഉപയോഗിക്കുന്നില്ല. സോ ദസ് ഇൻഡെക്സ് നമ്പേഴ്സ് ആർ പെർസെൻറ്റേജ് ചേഞ്ചസ്. ദെൻ തേർഡ് വൺ ഈസ് index numbers measure the changes in the level of a phenomena. Index numbers are essentially averages. They are described in one single figure, the increase or decrease in the level of a phenomena under study. അപ്പോൾ ഒരു ഫിനോമിനയിൽ അതിൻ്റെ ഫിനോമിനേൻ്റെ ലെവലിൽ എന്ത് മാറ്റം വന്നു എന്നുള്ളത് മെഷർ ചെയ്യാൻ ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് ഒരു ആവറേജ് ആണ്, അതുകൊണ്ട് തന്നെ അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരൊറ്റ സിംഗിൾ ഫിഗറിലാണ്. അപ്പോൾ ഈ ഒരു ഫിനോമിനയിൽ എന്ത് മാറ്റം വന്നു, ഡിക്രീസ് വന്നോ ഇൻക്രീസ് വന്നോ എന്നുള്ളതൊക്കെ ഒരു സിംഗിൾ ഫിഗർ എന്നുള്ള രൂപത്തിലാണ് പറയുന്നത്. അപ്പോൾ അതായത് ഒരുപാട് ഐറ്റംസ് എടുത്തിട്ട് അതിനൊരു സിംഗിൾ ഫിഗർ ആക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈസ് ലെവൽ എന്നുള്ളത് ഒരുപാട് റിലേറ്റഡ് വേരിയബിൾസിൻ്റെ പ്രൈസ് ലെവൽ നോക്കിയിട്ട്
ഒരു സിംഗിൾ ഫിഗർ ആയിട്ട് പറയുന്ന ഒരു ജനറൽ പ്രൈസ് ലെവൽ എന്ന രീതിയിൽ പറയുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഇൻഡെക്സ് നമ്പർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് മെഷർ ചെയ്യുന്നത് ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് എ ഫിനോമിന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. The fourth one is index numbers measure changes not capable of direct measurement. അപ്പോൾ ഡയറക്റ്റ് മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തൊക്കെയാണോ, അതിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിക്കാം. അതായത് ഡയറക്റ്റ് മെഷർമെൻറ്റിൽ നമുക്ക് അളക്കാൻ പറ്റാത്ത, അതിന് മാറ്റങ്ങൾ നമുക്ക് പറയാൻ പറ്റാത്ത സംഭവങ്ങളുണ്ടല്ലോ, ആ സംഭവങ്ങളൊക്കെ ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള പ്രൈസ് ലെവൽ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, കോസ്റ്റ് ഓഫ് ലിവിങ്, എക്കണോമിക് ആക്ടിവിറ്റി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫിനോമിനയിലുള്ള മാറ്റമൊക്കെയാണ് ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചിട്ട് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് ഇൻഡെക്സ് നമ്പേഴ്സ് ആർ meant for comparison. Index numbers are meant for comparison. Index numbers are used for studying. Index numbers are used for studying changes in the level of a phenomena for a period of time as compared with its level in another period of time. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് കമ്പാരിസന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് ഒരു ഫിനോമിനയിലുള്ള മാറ്റമാണ് നമ്മൾ പറയുന്നതെന്ന് പറയാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് ഒരു പീരീഡിലും അതിൻ്റെ പ്രീവിയസ് പീരീഡിലും എന്താണ് ഒരു വേരിയബിളിന് അല്ലെങ്കിൽ ഫിനോമിനയ്ക്ക് വരുന്ന മാറ്റം എന്നത് പറയാൻ വേണ്ടിയിട്ടാണ് ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പാരിസൺ ചെയ്യാൻ പറ്റും. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ഇൻഡെക്സ് നമ്പേഴ്സ് measures the effect of change over periods of time or from one place to another. അപ്പോൾ ഇൻഡെക്സ് നമ്പറിന് ഈ ഒരു കമ്പാരിസണിലൂടെ തന്നെ എന്ത് പറയാൻ പറ്റും, ഇഫക്റ്റ് ഓഫ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഇഫക്റ്റ് വന്നത്, എന്താണ് സ്വാധീനിച്ചത്, എന്തൊക്കെയാണ് മൊത്തത്തിൽ വന്ന മാറ്റം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഒരു പീരീഡും മറ്റൊരു പീരീഡും കമ്പയർ ചെയ്തിട്ടും പറയാം, അതേപോലെ ഒരു സ്ഥലവും മറ്റൊരു സ്ഥലവും തമ്മിൽ കമ്പയർ ചെയ്തിട്ടും പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറയുന്നത്. 6 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഇൻഡെക്സ് നമ്പേഴ്സ് ആർ സ്പെഷ്യലൈസ്ഡ് ആവറേജ്. ദെൻ സെക്കൻഡ് ഈസ് ഇൻഡെക്സ് നമ്പേഴ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. Then third is index numbers measure the changes in the level of a phenomenon. And the fourth is index numbers measure changes not capable of direct measurement. Then fifth is index numbers are meant for comparison. And the last one is index numbers measure the effect of change over periods of time or from one place to another. Okay. Next we move on to uses of index numbers or importance of index numbers. അപ്പോൾ യൂസ് ചോദിച്ചാലും ഇമ്പോർട്ടൻസ് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന പോയിന്റ്സുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് ഹാവ് ബിക്കം ടുഡേ വൺ ഓഫ് ദി മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസസ്. ദർ ഈസ് ഹാർഡ്ലി എനി ഫീൽഡ് ടുഡേ വേർ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ നോട്ട് യൂസ്ഡ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിക്കാത്ത ഒറ്റ ഫീൽഡ് പോലും ഇല്ല. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൈസസ് കൂടുകയാണോ കുറയുകയാണോ, അത് ഗോയിങ് അപ്പ് ആണോ അല്ലെങ്കിൽ കമ്മിങ് ഡൗൺ ആണോ, അതേപോലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ പ്രൈസിങ് ആണോ ഫോളിങ് ആണോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ യൂസസ് എന്തൊക്കെയാണെന്നുള്ളത് പോയിൻറ്റ്സ് വൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം കേട്ടോ. ദ ഫസ്റ്റ് വൺ ഈസ് ടു മെഷർ ആൻഡ് കമ്പയർ ചേഞ്ചസ്. ഫസ്റ്റ് യൂസ് എന്താണ്, മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അളക്കാൻ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ, ചേഞ്ചസ് മാറ്റം കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ അളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യാം. ഇൻഡെക്സ് നമ്പേഴ്സ് ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ ഓഫ് ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം. Or index number produces one single figure representing changes in many items of different nature and hence useful for comparison. അപ്പോൾ പല ഐറ്റംസ് എടുത്തും, അതായത് പല സ്വഭാവങ്ങളുള്ള പല ഐറ്റംസ് എടുത്തിട്ട് അതിൻ്റെ മാറ്റം എന്താണ് അതൊരൊറ്റ സിംഗിൾ ഫിഗറായിട്ട് പറയാൻ കഴിയുന്നതാണ് ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ മാറ്റങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ, അതായത് ഡിഫറെൻ്റ് ഐറ്റംസിൽ വരുന്ന മാറ്റം തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കാം. സെക്കൻഡ് യൂസായിട്ട് പറയുന്നത്, ഇപ്പോൾ ചില എക്കണോമിക് ആൻഡ് ബിസിനസ് പോളിസീസൊക്കെ ഗൈഡഡ് ബൈ ഇൻഡെക്സ് നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്പേഴ്സിന് കുറേ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയും, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഫോർ ഡിസൈഡിങ് ദ ഇൻക്രീസ് ഇൻ ഡിയർനെസ് അലവൻസ് ഓഫ് ദി എംപ്ലോയീസ്, ദ എംപ്ലോയേഴ്സ് ഹാവ് ടു പ്രൈമർലി ഡിപ്പെൻഡ് അപ്പോൺ ദി കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ്. അപ്പോൾ ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞാൽ ക്ഷാമബത്ത. അപ്പോൾ എംപ്ലോയീസിൻ്റെ ഡിയർനെസ് അലവൻസ് വർദ്ധിപ്പിക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഏതും ഉപയോഗിച്ചിട്ടാണ്. ഇറ്റ് ഇസ് ഡിപ്പെൻഡ് അപ്പോൺ ദി കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ്.
Business index numbers measure over time and distance, and so they are an essential gate to business and economic policies. അപ്പോൾ ബിസിനസ് ഇൻഡെക്സ് നമ്പേഴ്സ് മെഷർ ചെയ്യുന്നുണ്ട്, അത് അളക്കുന്നുണ്ട് എന്താണ്, ഓവർ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ആൻഡ് സോ ദേ ആർ എസെൻഷ്യൽ ഗേറ്റ് ടു ബിസിനസ് ആൻഡ് എക്കണോമിക് പോളിസീസ്. ഇൻഡെക്സ് നമ്പേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഗീവ് എ മെഷർ ഓഫ് റിലേറ്റീവ് ചേഞ്ച് ഇൻ ഫിസിക്കൽ ഔട്ട്പുട്ട്. അപ്പോൾ ഇൻഡെക്സ് നമ്പർ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഫിസിക്കൽ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന മാറ്റം, റിലേറ്റീവ് ചേഞ്ച് ആണ് മെഷർ ചെയ്യുന്നത്. Several indices are prepared by both the government and private agencies primarily to serve as indicators of changes in the national economy, which provide basic guidelines to economic policies. അപ്പോൾ ഒരുപാട് ഇൻഡെക്സ് നമ്പേഴ്സ്, അതായത് ഗവൺമെൻറ്റും പ്രൈവറ്റ് ഏജൻസീസും ഒക്കെ ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നാഷണൽ എക്കോണമിയിൽ എന്ത് മാറ്റം വരുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്കണോമിക് പോളിസീസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതൊരു ഗൈഡ് ലൈൻ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ, ദെൻ ദ തേർഡ് വൺ ഈസ് ടു സ്റ്റഡി ട്രെൻഡ്സ് ആൻഡ് ടെൻഡൻസീസ്. ഇപ്പോൾ ട്രെൻഡ്സും ടെൻഡൻസീസും പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിക്കാം. ദ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ചേഞ്ചസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു പീരീഡിൽ നിന്ന് മറ്റൊരു പീരീഡിലേക്ക് എത്തുമ്പോൾ എന്ത് മാറ്റം വന്നു എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. സോ ദേ ഹെൽപ്പ് us to study the general trend of the phenomenon under the study from time to time. അപ്പോൾ ഒരു ടൈമിൽ നിന്ന് മറ്റൊരു ടൈമിലേക്ക് വരുമ്പോൾ ഒരു ഫിനോമിനയിൽ എന്താണ് മാറ്റം വന്നത്, അതിൻ്റെ ജനറൽ ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കാം. By examining the index number of industrial production for the last few years, one can conclude about the trend of production. അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളൊരു ഇൻഡെക്സ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഒരു കാലയളവ് തൊട്ട് മറ്റൊരു കാലയളവ് വരെ എന്തായിരുന്നു പ്രൊഡക്ഷൻ, അതിൻ്റെ ട്രെൻഡ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ ദ ഫോർത്ത് വൺ ഈസ് it is useful for deflating. Index numbers are useful to arrive at real value from the nominal value. For example, using cost of living index numbers, we can transform nominal wages into real wages. With the help of the wholesale price index numbers, we can assess the purchasing power of money. അപ്പോൾ ഡീഫ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നതാണ് ഫോർത്ത് യൂസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിയൽ വാല്യൂവെ നോമിനൽ വാല്യൂവിൽ നിന്ന് റിയൽ വാല്യൂവിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പേഴ്സ് ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നോമിനൽ വേജസിനെ റിയൽ വേജസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാം. നോമിനൽ വേജ് എന്ന് പറയുന്നത് മണി ടേംസിൽ പറയുന്നതാണ്. റിയൽ വേജ് എന്ന് പറയുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് അല്ലെ, നോമിനൽ വേജ് എന്ന് പറഞ്ഞാൽ മണി ടേംസിലും, റിയൽ വേജ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വേജ് ഉപയോഗിച്ചിട്ട് എത്രയാണ് നമുക്ക് വാങ്ങാൻ കഴിയുന്നത്, അതായത് പർച്ചേസിംഗ് പവർ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് ടേംസിൽ പറയുന്നതാണ് റിയൽ വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പർച്ചേസിംഗ് പവർ ഓഫ് മണി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് വി ക്യാൻ അസസ് ദി പർച്ചേസിംഗ് പവർ ഓഫ് മണി. അപ്പോൾ ഇത്രയാണ് യൂസസ് വരുന്നത്. 4 പോയിന്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, ടു മെഷർ ആൻഡ് കമ്പയർ ചേഞ്ചസ്. സെക്കൻഡ്, ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ടു പോളിസി. ആൻഡ് ദ തേർഡ് വൺ ഈസ് ടു സ്റ്റഡി ട്രെൻഡ്സ് ആൻഡ് ടെൻഡൻസി. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് യൂസ്ഫുൾ ഫോർ ഡീഫ്ലേറ്റിംഗ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇവിടെ ഒരു പാരഗ്രാഫ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡെക്സ് നമ്പർ സെർവ്സ് ആസ് എക്കണോമിക് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇൻഡെക്സ് നമ്പർ എക്കണോമിക് പാരാമീറ്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ എന്ത് മാറ്റം വന്നു എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നതാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. അതേപോലെ ഇൻഡെക്സ് നമ്പർ എക്കണോമിക് ചേഞ്ചസിൽ എന്ത് മാറ്റം വന്നു എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ റിവീൽ ദ ചേഞ്ചസ് ഇൻ ദി പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. അപ്പോൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അതായത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ്റെയും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെയും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് അഗ്രികൾച്ചർ ഫീൽഡിലും അതേപോലെ ഇൻഡസ്ട്രിയൽ ഫീൽഡിലും എന്ത് മാറ്റം വന്നു, എന്ത് പ്രോഗ്രസ് ഉണ്ടായി എന്ന്, അല്ലെങ്കിൽ എന്ത് മാറ്റം വന്നു എന്നുള്ളത് റിവീൽ ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ദേ ആർ യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇൻഫ്ലാഷണറി ഓർ ഡിഫ്ലാഷണറി ടെൻഡൻസീസ്. അപ്പോൾ ഇൻഫ്ലാഷണറി ടെൻഡൻസിയാണോ അതേപോലെ ഡിഫ്ലാഷണറി ടെൻഡൻസിയാണോ ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ ഒക്കെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിക്കാം. Index numbers of business activity throw light on the economic progress that various countries have made. Index numbers of business activity ആണെന്നുണ്ടെങ്കിൽ ഓരോ രാജ്യങ്ങളും ഡെവലപ്പ് ചെയ്തിട്ടുള്ള എന്താണ് ഓരോ രാജ്യത്തിൻ്റെയും പ്രോഗ്രസ്, എക്കണോമിക് പ്രോഗ്രസ് എന്നുള്ളത് കാണിക്കും. Thus index numbers make a complete study of the economic changes in the country. അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് ഒരു കൺട്രിയിലെ എക്കണോമിക് ചേഞ്ചസിനെ മൊത്തം പഠിക്കുക, കംപ്ലീറ്റ് സ്റ്റഡി ആണെന്ന് തന്നെ പറയാൻ പറ്റും. Therefore, index numbers are called a economic parameter. അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് നമ്പേഴ്സിന് എക്കണോമിക് പാരാമീറ്റർ എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. Then next we move on to limitations or defects of the index numbers.
എന്തൊക്കെയാണ് അതിൻ്റെ പരിമിതികൾ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിഫക്ട്സ്, കുറ്റങ്ങൾ എന്തൊക്കെയാണ്, കുറവുകൾ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്. The first one, index numbers are based on samples. They do not take into account each and every item. Hence, they are not perfect. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് സാമ്പിൾസിൻ്റെ ബേസിലാണ് നിൽക്കുന്നത്. അപ്പോൾ സാമ്പിൾ സ്റ്റഡി ആകുമ്പോൾ അതിൻ്റെ ഡിഫക്ട്സ് ഒക്കെ ഇൻഡെക്സ് നമ്പറിലും വരും. അപ്പോൾ ഈ എല്ലാ ഐറ്റംസും ഈച്ച് ആൻഡ് എവറി ഐറ്റംസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. Then second one is there are only approximate indicators of the relative level of a phenomena. അപ്പോൾ ജസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് ആയിരിക്കാം എന്നുള്ള രീതിയിൽ ജസ്റ്റ് എബൌട്ട് എന്ന് പറയുന്ന പോലെ ഒരു ഫിനോമിനയിൽ എന്ത് വരുന്ന റിലേറ്റീവ് ലെവലിൽ വരുന്ന മാറ്റം എന്താണോ അത് ജസ്റ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്രോക്സിമേറ്റ് ഇൻഡിക്കേറ്റർ ആണെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ the third one is all index numbers are not good for all purposes. An index number calculated for one purpose cannot be used in other places where they may not be fully appropriate. എല്ലാ പർപ്പസസിനും ഒരൊറ്റ ഇൻഡെക്സ് നമ്പർ അല്ല ഉപയോഗിക്കുന്നത്. അതായത് ഒരുപാട് ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ട്, അതൊന്നും പല വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഇൻഡെക്സ് നമ്പർ നമ്മൾ ഉപയോഗിച്ചാൽ ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചാൽ അത് വേറൊരു പ്ലേസിലോ അല്ലെങ്കിൽ വേറൊരു പർപ്പസിനോ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് തേർഡ് ഡിഫക്റ്റ് ആയിട്ട് പറയുന്നത്. Then the fourth one is different methods yield different results but they point to the same direction. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് റിസൾട്ട്, പല മെത്തേഡ്സിനും പല റിസൾട്ട്സ് ആയിരിക്കും, പക്ഷേ അത് പോകുന്നത് പോയിന്റ് ടു ദി സെയിം ഡയറക്ഷൻ, ഒരേ ഡയറക്ഷനിലേക്കായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്. Then the fifth one is the chances of errors are so many which affect the quality of index numbers. എറേഴ്സ്, തെറ്റ് പറ്റാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ചാൻസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ക്വാളിറ്റീനെ അത് ബാധിക്കുന്നുണ്ട്. ദ എറേഴ്സ് മേ occur in the collection of data, selection of appropriate weights, etc. എവിടെയൊക്കെയാണ് എറേഴ്സ് സംഭവിക്കുന്നത്? കളക്ഷൻ ഓഫ് ഡാറ്റയിൽ, അതേപോലെ സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് വെയ്റ്റ്സ് എന്നുള്ളതിലൊക്കെ എറേഴ്സ് സംഭവിക്കാം. Then sixth one is index numbers are specialized type of averages and as such they are subject to those limitations also which an average suffers. ഒരു ആവറേജിന് വരുന്ന ലിമിറ്റേഷൻസ് എന്തൊക്കെയാണോ അതൊക്കെ ഇൻഡെക്സ് നമ്പറിലും വരാം. Then the seventh one is with the passage of time taste and habits of people also change. With the result of very often old commodities go out of use and new commodities are introduced. It is possible that these changes are not correctly taken note of while constructing index numbers. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് പീരീഡും അതേപോലെ തന്നെ പ്രീവിയസ് പീരീഡും തമ്മിലൊരു കമ്പാരിസൺ നടക്കും. അപ്പോൾ ഈ പ്രീവിയസ് പീരീഡിലും ഈ ഒരു സ്പെസിഫിക് പീരീഡ് പറഞ്ഞതിലും ടേസ്റ്റ് ആൻഡ് ഹാബിറ്റ്സ്, അതായത് ജനങ്ങളുടെ ടേസ്റ്റും ഹാബിറ്റ്സും ഒക്കെ മാറാം. കമ്മോഡിറ്റീസിന് പുതിയ കമ്മോഡിറ്റീസ് വരാം, പഴയ കമ്മോഡിറ്റീസിൽ നിന്നും മാറിയിട്ട് പുതിയ കമ്മോഡിറ്റീസ് വരാം. അത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നും ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല. അതാണ് സെവൻത്ത് ഡിഫക്റ്റ് ആയിട്ട് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇൻഡെക്സ് നമ്പേഴ്സ് ആർ ലയബിൾ ടു ബി മിസ്യൂസ്ഡ്. അത് മിസ്യൂസ് ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ഇൻഡെക്സ് നമ്പേഴ്സ് ലിമിറ്റേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇൻഡെക്സ് നമ്പറിൻ്റെ മീനിങ് എന്താണ്, ഡെഫിനിഷൻ ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്, യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്, then what are the limitations of index numbers. Okay, that's all.